ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് മാർച്ച് മാസം 7-ാം തീയതി വെള്ളിയാഴ്ച, നോമ്പിൽ 3-ാം ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ഇന്നത്തെ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം, അതിൻ്റെ 6-ാമത്തെ വാക്യം. Jesus answered, I am the way and truth and life. No one comes to Father except through me. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദ വേ ഓഫ് ക്രോസ്, ക്രൂസിലേക്കുള്ള വഴി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, അതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗമായി നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ മരണത്തെ, മുമ്പോട്ടുള്ള സഹനത്തെ എല്ലാം മുൻനിർത്തി തൻ്റെ ശിഷ്യഗണങ്ങളെ ആശ്വസിപ്പിക്കുന്ന, അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ആഴമെന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് വരുവാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് ആശങ്കകളുടെ ഉത്തരവുമായിട്ടും ഒരു കംഫർട്ട് ആയിട്ടുമാണ് യേശു കർത്താവ് ഈ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ 14-ാം അധ്യായം അതിന് 6-ാമത്തെ വാക്യം യേശുവിൻ്റെ ഞാനാകുന്നു എന്ന ആ 7 പ്രസ്താവനകൾ നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ കാണാം. അതിലെ 6-ാമത്തേതാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ശരിക്കും ഒരുപാട് ഉപദേശങ്ങൾക്കിടയിൽ യേശു കർത്താവ് ഈ വാക്കുകളിപ്പോൾ പറയുമ്പോൾ എത്രത്തോളം അതിൻ്റെ അർത്ഥവും സാരവും അവർ ഗ്രഹിക്കുന്നു എന്ന് നമുക്കറിയില്ല. എങ്കിലും സകല മനുഷ്യജാതിയെ സംബന്ധിച്ച് ഒരു വലിയ ഒരു വീക്ഷണമാണ് യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ശിഷ്യന്മാർക്ക് തന്നെ ഒരു ആശങ്കയുണ്ട്. കാരണം യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാണ്. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായ ഇടമൊരുക്കുമെന്ന് പറയുമ്പോൾ ചോദിക്കുകയാണ്, ഇത് ഞങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്, ഈ വഴി എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് എന്ന് പറയുമ്പോഴാണ് ഈ മഹത്തായ പ്രസ്താവന യേശു കർത്താവ് പറയുന്നത്. ശരിക്കും പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിലേക്കുള്ള വഴികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് യേശു കർത്താവ്. ഇതര മതസങ്കല്പനങ്ങളൊക്കെ വ്യത്യസ്തമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുവെങ്കിലും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് യേശുവിലൂടെയുള്ള വഴിയാണ് അവനെ അത്യധികമായ ദൈവാനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. വഴി അല്ലെങ്കിൽ എന്നുപയോഗിക്കുന്ന അതിൻ്റെ ഗ്രീക്ക് പദം ഏകദേശം 101 തവണ പുതിയ നിയമത്തിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട്. അതായത് അത് അർത്ഥമാക്കുന്നത് എന്തെങ്കിലും ഒരു ധർമ്മം നിറവേറ്റുന്നതോ അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക ദിശയിലേക്കുള്ള ഒരു വഴി കാണിച്ചു തരുന്നതോ എന്ന അർത്ഥത്തിലാണ് ഈ വഴി എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് അർത്ഥമാക്കുന്നത് തന്നെയാണ് നിത്യമരണത്തിന് രക്ഷ നേടാനുള്ള വഴി, മാർഗം യേശു മാത്രമാണ്. എഫെസ്യർക്കെഴുതിയ ലേഖനം 2:18, 3:12 പറയുന്നത് പോലെ അവനിലൂടെ മാത്രമാണ് നമുക്ക് ദൈവത്തിലേക്ക് പ്രവേശനം സാധ്യമാകുകയുള്ളൂ. കാരണം നമ്മെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുവാനും ദൈവത്തിൻ്റെ നീതിയിൽ നമ്മളെ അണിയിച്ചൊരുക്കുവാനും നമ്മെ ശുദ്ധീകരിക്കുവാനും കഴുകുവാനും വിശുദ്ധീകരിക്കുവാനും എല്ലാം ദൈവത്തിന് മാത്രമാണ് സാധ്യം. അതുകൊണ്ട് ആ വഴിയിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നതാണ് ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ അർത്ഥവും മാനവും. രണ്ടാമത് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ സത്യമാണ്. കാരണം സത്യമാണ് എന്ന് യേശു പറയുമ്പോൾ സത്യത്തെ നമ്മൾ നിർവചിക്കേണ്ടിയിരിക്കുന്നു. സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം അതിനെ ആഴമായി പരിശോധിക്കുമ്പോൾ
ഒരു മനുഷ്യൻ്റെ ധാർമ്മികതയേക്കാൾ വളരെ കൂടുതലായ ഒന്നാണ്. സത്യം എപ്പോഴും യാഥാർത്ഥ്യമാണ്. അത് ഒരു തോന്നൽ മാത്രമല്ല, അത് എപ്പോഴും അങ്ങനെയാണ്. മാറ്റമില്ലാത്ത ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. യേശു കർത്താവിനും പറയുന്നത് അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവൃത്തികളും ഒന്നും മാറ്റമില്ലാത്തതായിരുന്നു. എന്തവൻ പറഞ്ഞോ അത് അവൻ്റെ ജീവിതത്തിലും പ്രകടമായിരുന്നു. ശരിക്കും നമ്മളായിരിക്കുന്ന ഈ വർത്തമാന കാലത്ത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. എന്നാൽ ഇതെല്ലാം പൂർണ്ണമായ തരത്തിൽ കാണാൻ കഴിയുന്നത് യേശുവിലും. അതുകൊണ്ടാണ് യേശുവിന് അവകാശപ്പെടാൻ കഴിയുന്നത് ഞാൻ സത്യമാണ് എന്ന് പറയുന്നത്. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ കഴിയുന്നതും ഇതേ അനുഭവമാണ്. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായി മാറുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സാരത്തിലേക്ക് നമുക്ക് യഥാർത്ഥമായി എത്തിച്ചേരുവാനായിട്ട് സാധ്യമാകുന്നത്. സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എവിടെയാണ് ഞാൻ സത്യം കണ്ടെത്തുന്നത് അവിടെ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തുന്നു. അതായത് നമ്മൾ സത്യത്തെ ജീവിതത്തിൽ നിർത്തുമ്പോൾ നമ്മൾ ദൈവത്തെ തന്നെയാണ് നമ്മിലെ സാരത്തിൽ നിലനിർത്തുന്നത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജോൺ വോൾവേൾഡ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ്: ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമുള്ള മഹത്തായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ് വചനം. അതുകൊണ്ട് വചനം വായിക്കുമ്പോഴും നമ്മൾ സത്യത്തിൻ്റെ പ്രചാരകരായി മാറുകയാണ് എന്ന് അവിടെ എഴുതിയിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയ വെളിച്ചത്തെ ഉണർത്തുന്ന ദൈവവചനത്തോട് ആഭിമുഖ്യമുള്ളവരായി മാറുവാനും ഈ നോമ്പുകാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 3, യേശു കർത്താവ് പറയുന്നു ഞാൻ ജീവനാണ്. കാരണം പറുദീസയുടെ അനുഭവത്തിൽ ദൈവവും മനുഷ്യരുമെല്ലാം സമഞ്ജസമായി നിലനിരുന്ന അവസ്ഥയിൽ പാപം അവനെ വിഘടിപ്പിച്ച് അവനെ പറുദീസയുടെ നഷ്ടത്തിലേക്ക് എത്തിച്ചപ്പോൾ ആ പഴയ ജീവൻ്റെ അനുഭവത്തിലേക്ക് മടക്കി വിളിക്കുവാൻ നമുക്ക് അവസരം തരുന്ന ഒരുവൻ ദൈവം മാത്രമാണ്. അതുകൊണ്ട് നമ്മിലെ ജീവൻ ദൈവത്തിൻ്റെ ശ്വാസമായതുകൊണ്ട് തന്നെ അതിലേക്ക് മടങ്ങി വരുവാനുള്ള സ്വാഭാവികമായ ഒരു അന്വേഷണം നമ്മുടെ ഉള്ളിലുണ്ട്. ആ അന്വേഷണത്തെ യഥാർത്ഥമായി തിരിച്ചറിയുമ്പോഴാണ് യേശു കർത്താവ് ജീവനാണ് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും അവൻ കാത്തിരിക്കുന്നു. തന്നിൽ നിന്ന് വേർപെട്ട തൻ്റെ ജീവൻ്റെ അനുഭവത്തെ തന്നിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ അവൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ ഒരു മടങ്ങിവരവിൻ്റെ അനുഭവത്തിലേക്ക് എത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ക്രൂശിലേക്കുള്ള ഈ മാർഗം യേശു കർത്താവ് പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഈ ക്രൈറ്റീരിയ പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശു കർത്താവ് ഒരു മാർഗമാണ്. ആ മാർഗത്തെ നമ്മൾ തിരിച്ചറിയുക. അവൻ സത്യമാണ്. ആ സത്യത്തെ തിരിച്ചറിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും വിളങ്ങുമ്പോൾ നമ്മളെല്ലാവരും ദൈവമെന്ന പരമസത്യത്തോട് ചേർന്ന് നടക്കുവാൻ സാധ്യമാകും. 3, ജീവനാകുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ജീവനെ മടക്കി വിളിക്കുമ്പോൾ, ദൈവത്തിലേക്കുള്ള വഴികളിൽ നമ്മൾ മടങ്ങി വരുമ്പോൾ ഈ ജീവൻ്റെ നിറവ് നമ്മിൽ നിലനിൽക്കും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ഞാൻ നിങ്ങളെ വിട്ടുപോകും, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഒരു വേർപെടാത്ത ബന്ധത്തെക്കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. ആ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ അവൻ നിരന്തരം പരിശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് ആ ബന്ധം തിരിച്ചു പിടിക്കാനുള്ള സവിശേഷമായ അവസരമാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് തിരിച്ചു പിടിക്കാനാകുമോ? കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നീ തന്ന വലിയ ദർശനത്തിനായി സ്തോത്രം. നിൻ്റെ വഴികളിൽ, നിൻ്റെ സത്യത്തിൽ, നിൻ്റെ ജീവനിൽ നിലകൊള്ളുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അഹിതമായതെല്ലാം വിട്ട് വിഹിതമായതിൽ നിലകൊള്ളുവാൻ ഞങ്ങളെ അനുവദിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.